വിഭാഗ് സഹ സംഘചാലക് ശ്രീ ശ്രീധര മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പ്രിയ ഗോപാലൻകുട്ടി മാസ്റ്റർ, പ്രിയ രാജശേഖർ, സദസ്സിൽ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ പാലക്കാട് വിഭാഗ് സംഘചാലക് ശ്രീ നമ്മുടെ സോമൻ ചേട്ടൻ, മറ്റ് പ്രാന്തീയ ക്ഷേത്രീയ സംഘ അധികാരിമാരെ, സന്നിഹിതരായിട്ടുള്ള സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ സ്വർഗീയ വാസുദേവനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാവും. അദ്ദേഹം പ്രചാരകനായിട്ട് പ്രവർത്തിച്ച സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച സമയത്തുമെല്ലാം നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. സാധാരണ ഇതുപോലെ ജനനം ഉണ്ടായി മരണം ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അവരവരുടെ കർത്തവ്യം നിർവഹിച്ചാൽ അവർ പോയി പോകും. എന്നാലും ആ സ്മരണകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാകണം. ആ ഉദ്ദേശം ഈ തരത്തിലുള്ള നമ്മുടെ സമ്മേളന പരിപാടികളിൽ കൂടിയിട്ട് അവരെ അനുസ്മരിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച ഈ ആദർശത്തിന് കുറച്ചും കൂടി ദാർഢ്യം, നിശ്ചയഭാവത്തോട് മുന്നോട്ട് പോകാനുള്ള പ്രേരണ, ഈ വക കാര്യങ്ങളുണ്ടാകണം. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആവേശത്തോടുകൂടി ഭാരതം മുഴുവൻ അദ്ദേഹം ഇളക്കി മറിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചത്, അങ്ങയുടെ ഈ ഒരു പ്രസംഗങ്ങളൊക്കെ ഞങ്ങളുടെ രക്തം തിളപ്പിക്കുന്നുണ്ട്, അങ്ങ് സന്യാസികളിൽ പ്രവർത്തിക്കുന്നതിന് പകരം സ്വാതന്ത്ര്യ സമരത്തെ രംഗത്തിറങ്ങി നമുക്ക് ഇന്നോട്ട് പ്രേരണ തരുന്നില്ല. ഞങ്ങളെല്ലാം വരേണ്ടതാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു നായകത്വം അങ്ങ് വഹിക്കണം എന്ന് പറഞ്ഞു. യുവാക്കന്മാരുടെ ആവേശം കേട്ടിട്ട് കണ്ട അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. പക്ഷെ വളരെ ശാന്തനായിട്ടെന്ന് പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന്റെ നേതൃത്വം, സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം തരാൻ ഞാൻ വരാം, സ്വാതന്ത്ര്യം നേടിത്തരാൻ സാധിക്കും. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു ആത്മകഥ പോലെയാണ് അദ്ദേഹം ആ വിദ്യാർത്ഥി മുമ്പിൽ പറഞ്ഞത്. അപ്പൊ ആ കാലഘട്ടത്തിൽ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സമയത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച് സ്വാമി ചിന്താകുലനായിരുന്നു. നമ്മുടെ സംഘത്തിന്റെ സ്ഥാപകൻ പൂജ്യന ഡോക്ടർജിയും സജീവ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച് ചിന്തിച്ചു. സ്വാമിജി പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ നാട്ടില് കുറെ ഗുമസ്തന്മാരെയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യാഭ്യാസം അല്ല വേണ്ടത്. മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ, മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസം വേണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പൂജ്യനെ ഡോക്ടർജി തുടങ്ങി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഒത്തുകൂടലല്ല, നേരെ മറിച്ച് നമ്മുടെ നാടിന്റെ ആ ഒരു സ്വാതന്ത്ര്യം കാത്തു രക്ഷിക്കാനും നമ്മുടെ ഭാരതത്തെ ലോകത്തിലെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കാനുള്ള ആ പരിശ്രമത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികളെ വളർത്തിയെടുക്കാൻ ഈ പ്രവർത്തന സംഘത്തിൽ കൂടെ തുടങ്ങി. ഞാനിത് പറയാൻ കാരണം, ഉന്നതമായ വിദ്യാഭ്യാസം, യോഗ്യത, ഡിഗ്രി ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമുള്ള ആൾക്കാരിൽ യഥാർത്ഥമായിട്ടുള്ള ദേശസ്നേഹത്തിന്റെ ആദർശവാദത്തിന്റെയും ഭാവം ഉണർത്തിക്കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠരായ വ്യക്തികൾ ഉണ്ടാകും എന്നതിന്റെ ഉദാഹരണമായിരുന്നു നമ്മുടെ മൺമറഞ്ഞുപോയ വാസുദേവൻ. ഇതേപോലെട്ടൻ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ നമുക്കറിയാം, കുട്ടിഗോപാലേട്ടൻ, പെരച്ചേട്ടൻ, ഈ ആൾക്കാർ മുഴുവൻ വലിയ വിദ്യാഭ്യാസം കിട്ടിയവരായിരുന്നില്ല. പക്ഷെ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിൽ കിട്ടിക്കഴിഞ്ഞ ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയംസേവകരായി തീർന്ന ആ ആദർശം ഉൾക്കൊണ്ടു കഴിഞ്ഞ ശേഷം സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ പോലും ആദരവും സ്നേഹവും ആർജിച്ചുകൊണ്ട് അവരെയും ഈ ഒരു ആദർശത്തിലൂടെ കർമ്മോന്മുഖനാക്കാനുള്ള കർമ്മശേഷി ഈ വ്യക്തിത്വങ്ങൾക്കുണ്ടായി.
നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 1942 സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ സംഘപ്രവർത്തനത്തിന്റെ കുതിച്ചുചാട്ടത്തിന്, മുന്നേറ്റത്തിന് വളരെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള സംഭവം 1966 കോഴിക്കോട് നടന്ന നമ്മുടെ ഗംഭീരമായിട്ടൊരു ശിബിരം നടന്നിരുന്നു, സംഘത്തിന്റെ ശിബിരം. സംഘപ്രവർത്തനം വളരെ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 1965 കേരളം പ്രത്യേക സംസ്ഥാനമായി കഴിഞ്ഞ ശേഷം നമ്മുടെ സംഘത്തിന്റെ ദക്ഷിണ ക്ഷേത്രത്തിന്റെ ചുമതല വഹിച്ചിരുന്ന യാദവ ജോഷിജി നമ്മുടെ കാര്യകർത്താക്കളോട് പറഞ്ഞു, നമ്മൾ സാവകാശത്തിൽ ഇങ്ങനെ സംഘടന പോയാൽ പോരാ, നമ്മുടെ ഹിന്ദു മനസ്സിന് ആത്മവിശ്വാസവും ഒരു ഉണർവും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ സംഘടിത ശക്തി പ്രകടമാകണം. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള സ്വയംസേവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 3 ദിവസത്തെ ശിബിരവും, അത് കഴിഞ്ഞ് നമ്മുടെ പദസഞ്ചാരികൾ കൂടിയിട്ട് ഹിന്ദു സമാജത്തിനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പക്ഷെ നമ്മുടെ സംഘത്തിന്റെ അന്നത്തെ നമ്മളൊക്കെ പ്രവർത്തകരായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും 2000 സ്വയംസേവരെ ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെ ഒരു ശിബിരം നടത്താൻ സാധിക്കുന്നത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 2000 ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള നമ്മുടെ ആ ഒരു കുറച്ചൊരു വിഷമം നമ്മൾ യാത്രയോട്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അസാമാന്യമായിട്ടുള്ള സംഘാടകനായിരുന്നു. അദ്ദേഹം ശരി, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഓരോ ജില്ലയിലും വേറെ വേറെ ക്യാമ്പ് നടത്തുകയാണെങ്കിൽ എത്ര സംഖ്യ വരും? അങ്ങനെ ഓരോ ജില്ലയിലും നമുക്ക് 200 വരും, 300 വരും, 500 വരും എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 3000-ോളം ആളുകൾ വന്നു. അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചു, ശരി, ജില്ല അനുസരിച്ചല്ല, ഒരു 3-4 ജില്ലകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ക്യാമ്പ് നടത്താൻ നിൽക്കട്ടെ, അപ്പൊ എത്ര സംഖ്യ വരും? അപ്പോൾ 500-600 പറഞ്ഞൊരു 400 പേര് വന്നു. ഒരു ജില്ല മറ്റേ ഒരു തലം അതെല്ലാം കൂടി ഒരു 3000, അതും വന്നിട്ടുണ്ട് 3000-ഓളം. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വേറെ വേറെ നടത്തിയാൽ തന്നെ 3000 വരുന്നുണ്ടെങ്കിൽ ഒരു കൊച്ച 1000 കുറഞ്ഞാലും ശരി, ഒരുമിച്ച് വന്ന് 2000 നടത്താൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച് അവസാനം നമ്മളിവിടെ അങ്ങനെ സമ്മതിപ്പിച്ചു. അദ്ദേഹം കേരളത്തിൽ വ്യാപകമായിട്ട് ഒരു യാത്രയൊക്കെ ചെയ്ത ഓരോ സ്ഥലത്തും പരിപാടികൾക്ക് നട്ട് ഉത്സാഹം കൊടുത്തിട്ട് അന്ന് 1966 ഫെബ്രുവരി മാസം 9, 10, 11 ശനി ഞായർത്തിയുള്ളത് ഇവിടെ സാമൂതിരി സ്കൂളിച്ച് ക്യാമ്പ് നടത്തി. ഈ ക്യാമ്പ് നടത്തുന്ന സമയത്ത് ഇതിന്റെ ഫലം നമ്മുടെ പ്രവർത്തനത്തിനുണ്ടാകണം എന്ന് ചിന്തിച്ച് ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 1921 ശേഷമുള്ള മലപ്പുറം ജില്ലയുടെ അന്തരീക്ഷം വളരെ വളരെ ഒരു മുസ്ലിം ഒരു വർഗീയതയുടെ വളരെ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് ഈ ശിബിരം നടത്തിയാൽ മാത്രം പോരാ, ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ പരിപാടി കാണാൻ വരണം, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം എന്ന് ചിന്തിച്ച് നമ്മുടെ താൽക്കാലിക വിസ്താരന്മാരെ തയ്യാറാക്കി. അതിലാണ് കുട്ടിയോപേരനും പരിചയത്തിനും വാസൂരിനും എല്ലാം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ആ ഭാഗത്തുനിന്ന് ആൾക്കാരെ തയ്യാറാക്കി കൊണ്ടുവരണം. അതേപോലെ തന്നെ വയനാട് ഉൾപ്രദേശത്ത്, നമ്മുടെ കടൽത്തീര പ്രദേശത്തും കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കണം. ആ സമയത്ത് മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് കടലോര പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ചില അനുഭവം പറഞ്ഞത്, അവരാരും നമ്മുടെ പരിപാടി കാണാൻ പോലും വരാൻ തയ്യാറില്ല. ഞങ്ങൾ അതൊന്നും RSന്റെ പരിപാടി പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മുഹകം ബാക്കി കാര്യങ്ങളെല്ലാം അവർ എന്ത് തന്നെ കാര്യം ചെയ്താലും ശരി, ഹിന്ദു ആഘോഷ സമയത്ത് അവർ കടലിൽ പോകും ജോലിക്ക്. പക്ഷെ മുസ്ലിം ആഘോഷ സമയത്ത് ഹിന്ദുക്കള് കടലിൽ മീൻ പിടിക്കാൻ പോകരുത്. പല വീടുകളിലും അവരുടെ സ്ത്രീകളുടെ ചാരിത്രം പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത പരിസ്ഥിതി. ഈ പരിസ്ഥിതിയിൽ ഹിന്ദുക്കൾ ആൾക്കാർ വരാൻ തയ്യാറില്ല. ആ സമയത്ത് ഈ സ്വയംസേവകർ നമ്മുടെ വിസ്താരകന്മാർ ആ സ്ഥലത്ത് പോയി, നിങ്ങൾ RSSന്റെ പരിപാടിക്ക് വേണ്ട, നിങ്ങൾ കോഴിക്കോട് വരൂ, നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്യാം, നിങ്ങളുടെ ബന്ധു വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ മതി, ആ പരിപാടി കാണാൻ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് കഠിനമായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് അന്ന് പാലഞ്ചിറ മൈതാനത്ത് അതിഗംഭീരമായിട്ടുള്ള റൂട്ട് മാർച്ചും പരിപാടി കഴിഞ്ഞു. ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. ആ പരിപാടി കഴിഞ്ഞ ശേഷം ഉണ്ടായ അനുഭവം, ശാഖ തുടങ്ങാൻ പോകുമ്പോൾ ഇവിടെ ശാഖ വേണ്ട, മുസ്ലിങ്ങൾ വളരെ കൂടുതലുള്ള സ്ഥലമാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയുണ്ടാവില്ല
എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ശാഖ തുടങ്ങുന്ന ആവേശത്തോട് മുന്നോട്ട് ആൾക്കാർ വന്നു തുടങ്ങി. ഞങ്ങളുടെ സ്ഥലത്ത് വേണം ശാഖ. ഒരു രീതിയിൽ ആ സമയത്ത് നമ്മുടെ ശാഖകൾ തുടങ്ങാനുള്ള ആവുന്നപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ തുടങ്ങാം, പിടിച്ചു നിൽക്കുന്നൊക്കെ ചിന്തിക്കാം. ഒരു വിധത്തിൽ 1 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ശാഖകളിൽ നിന്നും, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ, അന്ന് മലപ്പുറം ജില്ല കോഴിക്കോടിന്റെ ഭാഗമാണ്, ഇരട്ടിയോളം വർദ്ധിച്ചിരുന്നു. അതിനെ തുടർന്ന് ശാഖാ വികാസത്തെക്കുറിച്ചുള്ള സംഘർഷം ആ ഭാഗങ്ങളിൽ കാര്യമായിട്ടുണ്ടായി. ആ സംഘർഷം ഞാൻ കൂടുതൽ വിരിക്കുന്നില്ല, ഏതെല്ലാം തരത്തിൽ കാര്യങ്ങളൊന്നും. ആ സമയത്ത് സംഘർഷാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുത്ത് അവരെ തന്റെ അടുത്തോടുകൂടി ഹിന്ദുക്കളാണ് നാം എന്ന് പറയാനും സംഘശാഖകൾ നടത്താനും ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയിൽ വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരാൾ നമ്മുടെ ഭാസേട്ടനായിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വിശേഷമായ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് കാര്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായ സമയത്ത് താനൂർ കടപ്പുറം ഭാഗത്തിനെല്ലാം തന്നെ ആ കടപ്പുറത്ത് ആൾക്കാരുടെ നേരെ നടത്തിയ ആക്രമണം നമ്മൾ ചില സ്വയംസേവ ബലിദാനികളാവേണ്ടി വന്നു. പോലീസും അവരുടെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറാവും. ധാരാളം ആൾക്കാർ അഭയാർത്ഥികളായിട്ട് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് ഓടി വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഇതേപോലെ തന്നെ അനവധി പ്രശ്നങ്ങൾ. ശരിക്ക് 69 കാലഘട്ടം വരുമ്പോഴേക്കും മലപ്പുറം ജില്ലാ രൂപീകരണം, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം, തളി ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങളിൽ പോയി അമ്മമാരും സംഘടിപ്പിച്ചുകൊണ്ട് സത്യാഗ്രഹം തയ്യാറായിട്ട്, അത് വെറും ഏതെങ്കിലും ഒരു ശക്തിക്കുള്ള ഭരണകൂടത്തിനെതിരായിട്ടുള്ള സത്യാഗ്രഹം പ്രക്ഷോഭമായിരുന്നു. അത് വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു. സംഘശാഖ നടത്തുന്ന സമയത്ത് ശാഖ നടത്തിയതിന്റെ പേരിൽ നമുക്കറിയാൻ കേട്ടിട്ടുണ്ടാവില്ല. കൊളത്തൂർ എന്നുള്ള സ്ഥലത്ത് അവിടെ ശാഖയും നമ്മുടെ പരിപാടികൾക്ക് നിരന്തരമായിട്ടുള്ള ആക്രമണം നടക്കുന്നതിന്റെ പേരിൽ ആൾക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്ത് തന്റെ ഇടത്തോട് ഉറച്ചു നിന്ന് സംഘപ്രവർത്തനം വളർത്തി. സ്വയം സേവയുടെ ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് കളരിപ്പയറ്റുകാരായിട്ട് ആൾക്കാർ പോലും അവർക്ക് അവരുടെ ചില ഗുണ്ടകൾ കൊല ചെയ്യപ്പെട്ടു. ആ സമയത്ത് വാസേട്ടനെ പോലെ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഏത് തരത്തിലുള്ള ധൈര്യം കൊടുത്തു? ഒരു സംഭവം മാത്രമേ ഞാൻ പറയാം, ഞാൻ ഇതിന് സമയം എടുക്കുന്നില്ല. വാസേട്ടൻ കോട്ടകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സാധാരണ നിലയ്ക്ക് അന്നത്തെ ചെറുപ്പമാണ്, മുണ്ടൊക്കെ മടക്കി കുത്തി പോകുന്ന സമയത്ത് ഒരു മൗലികയിൽ പോയി അവർ കടയിലിരിക്കുന്നു. അതും മുണ്ടൊക്കെ താത്തിയത് ഇത് മലപ്പുറമാണ്, മടക്കി കുത്തി നടക്കുന്നു എന്നായിരുന്നു ചോദ്യം. സാധാരണ നിലയ്ക്ക് ആൾക്കാർ എന്ത് ചെയ്യും? ഉടനെ മടക്കി കുത്തി കുഴിമാറിപ്പോവും. നേരെ തിരിഞ്ഞു, താൻ ആരാ? ഇവിടുത്തെ കളക്ടറോ? ഇത് പാകിസ്ഥാനല്ല, ഇത് ഹിന്ദുസ്ഥാനാണ്. നിയമമൊക്കെ പഠിപ്പിക്കുന്ന എന്റെ വീട് പോയിട്ട് പഠിപ്പിച്ചാൽ മതി, ഞങ്ങളുടെ അടുത്ത് വേണ്ട. നോക്കാം. ഈ രീതിയിൽ തന്റെ ഇടത്തോടുകൂടി സംസാരിക്കാൻ തയ്യാറാകുന്ന ഒരു ആ വ്യക്തികൾക്ക് സമൂഹത്തിൽ ആത്മവിശ്വാസം കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വളർന്നു സംഘം. ആ നിലയ്ക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ സംഘത്തിന്റെ വളർത്താൻ ഏതെല്ലാം തരത്തിലുള്ള സംഘർഷാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഹിന്ദു സമാജത്തിന് ആത്മവിശ്വാസം തന്റെ ഇടം കൊടുത്തുകൊണ്ട് വളർന്നു. ഇത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, വിദ്യാഭ്യാസ മക്കൾ അധികമൊന്നുമില്ല, ഈർച്ചപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവക്കാരനായിട്ടുള്ള ആള് സംഘത്തിൽ വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള പരിവർത്തനം വന്നു? അത് കഴിഞ്ഞ ശേഷമുള്ള അദ്ദേഹം ഏതെല്ലാം സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആ സ്ഥലത്തെല്ലാം തന്നെ സംഘപ്രവർത്തനം വരുന്നതോടൊപ്പം ആ നാട്ടിലെ വളരെ ഉയർന്ന നല്ല വിദ്യാസമ്പന്നമായിട്ടുള്ള സമൂഹത്തിൽ വളരെ ഉയർന്ന വ്യക്തികളുടെ ഇടയിൽ ആദരവും സ്നേഹവും ആർജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ തരത്തിലുള്ള വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു അദ്ദേഹം. നമുക്കൊരു മറ്റൊരു കാര്യം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും. സംഘത്തിന്റെ പ്രചാരകന്മാരെന്ന് പറയുന്നത് അവർ ഗൃഹസ്ഥന്മാരല്ല. വിദ്യാഭ്യാസം കഴിഞ്ഞു കുറച്ചുകാലം ജോലിയൊക്കെ നോക്കുന്നുണ്ട്, വിസ്താരമായിട്ട് പ്രചാരന്മാരായിട്ട് വരുന്നു, പിന്നെ ജീവിതം കഴിഞ്ഞ് ചിലപ്പോൾ തുടർന്ന് ചില ആൾക്കാർ തിരിച്ചു പോകുന്നു. പക്ഷെ കേരളത്തിൽ ഗൃഹസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി തന്റെ ജോലിയും കുടുംബ പ്രാരാബ്ധങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സംഘ ആവേശത്തിൽ പ്രചാരക്കായിട്ട് വരിക എന്നുള്ള ഒരു നിമിഷം ആദ്യത്തെ അനുഭവമാണ്. കേരളത്തിന്റെ പുറത്തുണ്ടായിട്ട് ഇപ്പം നമ്മുടെ സംഘത്തിന്റെ സർക്കാര്യവാഹായിരുന്ന ബയ്യാജി ദാണി ഞങ്ങളൊരു കുടുംബസ്ഥനായിരുന്നു.
പക്ഷേ സംഘത്തിന്റെ പ്രവർത്തനത്തിന് യാതൊരായി കുടുംബ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആദ്യം പ്രചാരമായിട്ട് പ്രവർത്തിച്ചു. പക്ഷെ കേരളത്തിൽ ആ തരത്തിലുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല. ഗൃഹസ്ഥനായിരുന്നുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ആദർശത്തിൽ പൂർണ്ണമായിട്ട് അത് സ്വീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ മാറ്റിവെക്കാൻ തയ്യാറുള്ള ഒരു അനുഭവം. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല പാലക്കാടും അതേപോലെ തന്നെ അതിന് ശേഷം കോട്ടയത്തും പത്തനംതിട്ട ആ ഭാഗത്തെല്ലാം പ്രവർത്തിച്ചു. സംഘപ്രവർത്തനത്തിൽ അങ്ങനെ അദ്ദേഹം പങ്കെടുത്ത സമയത്ത് സാധാരണ വിദ്യാഭ്യാസം ഇല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരിക്കുന്ന കൂടുതൽ അനവധി ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. അദ്ദേഹം നടത്തിയ ബൗദ്ധികകൾ, അദ്ദേഹം പറഞ്ഞ കഥകൾ, ചെറിയ ചെറിയ കഥകൾ കൂടിയിട്ട് എങ്ങനെയാണോ ഉയർന്ന ആശയങ്ങളിൽ പകർത്തുക. ആ നിലയ്ക്ക് സംഘപ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ പരിപൂർണമായിട്ടുള്ള വിജയം നേടി. അത് കഴിഞ്ഞ ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ തയ്യാറായി. ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ സംഘത്തിന്റെ പ്രചാരകല്ല എന്നുണ്ടെങ്കിൽ പോലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെട്ട് സജീവമായ ആദർശത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വ്യാപൃതനായി. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാരമ്പര്യം പറയാറുണ്ട്. ബ്രഹ്മചര്യം കഴിഞ്ഞ ഗാർഹസ്ഥ്യം, അത് കഴിഞ്ഞ വാനപ്രസ്ഥം. ഒരു തരത്തിൽ നേരിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വന്ന സമയത്ത് കുടുംബസഹിതം ഈ വാനപ്രസ്ഥം സ്വീകരിച്ചു. സ്വാമിജി പറഞ്ഞു അതിന്റെ അനുഭവം എന്താണ്, ആശ്രമത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ സംഘടനാ പ്രവർത്തനം പിന്മാറിയിട്ട് ഒരു സ്വസ്ഥമായുള്ള ആ ഒരു വാനപ്രസ്ഥ ആശ്രമം ജീവിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പ്രകൃതമായിരുന്നു എന്ന് 2-3 ആൾക്കാർ പറഞ്ഞു. ചിലപ്പോൾ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് പലപ്പോഴും സംഘപ്രവർത്തനം കുറച്ച് മാറി നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ചില നിഷേധാത്മകമായ ചിന്തകൾ വരികയും അതനുസരിച്ച് ബാക്കിയുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ സംഘത്തിന്റെ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ചിരുന്ന ആൾക്കാർക്ക് ആ ഒരു മനോഭാവം ഉണ്ടാവില്ല. സാന്ദർഭികമായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ പഴയ കാര്യകർത്താക്കന്മാരുടെ മനസ്സിൽ പുതിയ പ്രവർത്തനം സ്വീകാര്യം എല്ലാവരും ശരിക്കല്ല പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു വിമർശനത്തിന്റെയും നിഷേധാത്മകമുള്ള കാര്യം വരും. നമുക്കെല്ലാം മാർഗദർശിയായിരുന്ന ഭരതന്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ സംഘത്തിന്റെ ഒരു പുതിയ പ്രചാരകൻ, അദ്ദേഹം ആ മലപ്പുറം ജില്ലയിൽ പ്രചാരകനായിട്ട് പോയി. എന്തോ ചില കാരണങ്ങളാൽ പഴയ ചില സ്വയംഭൂതി അന്നത്തെ പ്രവർത്തകരെ ഇദ്ദേഹത്തെ ഭരതേട്ടനെ കൂട്ടി പരിചയപ്പെടുത്താനോ ഒന്നും തയ്യാറായില്ല. അതുകൊണ്ട് ഭരതേട്ടനെ പോലൊരു വ്യക്തി കേരളത്തിലേക്ക് സംഘത്തിന്റെ പ്രവർത്തനം വളർത്തിട്ട് മുൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പോയ ജില്ലാ പ്രചാരകൻ 1 മാസമായിട്ടും അദ്ദേഹത്തെ പോയി കണ്ടില്ല. ഒരുപക്ഷെ യാദൃശ്യമായിട്ട് ബൈഠക്കിൽ ഇരിക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു, ഭരതേട്ടനെ പോയി കണ്ടോ? ഞാൻ ചോദിച്ചു, ആരാ ഭരതേട്ടൻ? ആ പ്രചാരകൻ അറിയില്ല. അപ്പൊ പിന്നെ ഭരതേട്ടൻ ആരായിരുന്നു, സംഘം എങ്ങനെ വളർത്തുന്നു, ഞാൻ ആ പ്രചാരം കൊണ്ട് പറഞ്ഞു ഉടനെ പോയിട്ട് കാണണം. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ പഴയ ആൾക്കാർ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഉടനെ നിലവിൽ പോയിട്ട് ഭരതേട്ടനെ കാണാൻ പ്രചാരകനായിട്ട് വന്നിരിക്കുകയെന്ന് പരിചയപ്പെടണം. അതിനനുസരിച്ച് ഈ പ്രചാരകൻ പോയി ഭരതേട്ടനെ കണ്ടു. ഞാൻ പ്രചാരകനായിട്ട് വന്നിരിക്കുകയാണ്, എന്റെ വീട് ഇന്ന സ്ഥലത്താണ്. ഉടനെ പറയുന്നു, എപ്പോ വന്നു ഇവിടെ പ്രചാരക്കായിട്ട്? ഞാൻ ഒരു 1.5 മാസമായി. 1.5 മാസമായി വന്നിട്ട് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അയാളുടെ മനസ്സിൽ കുറച്ചൊരു സങ്കോചം, ഇപ്പൊ വിഷമം വന്നു. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട് അയാൾക്ക്, പോയി കാണണം, ഇത്രയും പഴയ ആളാണ്. ഇയാളുടെ മുഖം വാടിയത് കണ്ടുകൊണ്ട് തന്നെ ഭരതേട്ടൻ, സാരമില്ല, എവിടുന്ന എത്ര വരെ പഠിച്ചു, എന്താണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഭരതേട്ടൻ പറയുന്നു, ഒരു കാര്യം ചെയ്യും, അടുത്ത ഞായറാഴ്ച അവിടെ വരും. ഇവിടുത്തെ പഴയ ശാഖകൾ ഇന്ന സ്ഥലത്തൊക്കെ ശാഖയുണ്ട്, ഇപ്പൊ ശാഖ നടക്കുന്നില്ല ഞാൻ അറിഞ്ഞ്, നമുക്ക് അവിടെ പോവാം, അവരെയൊക്കെ പരിചയപ്പെടാം, നമുക്ക് ആ ശാഖയൊക്കെ വീണ്ടും ആരംഭിക്കണം. അതനുസരിച്ച് സംശയം പോകുന്ന സമയത്ത് എന്താ, ഭരതന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നു. രാവിലെ നേരത്തെ അവർക്ക് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കൊടുത്ത് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആഹാരം കൊടുക്കാൻ വേറെയുള്ള ഏർപ്പാട് ചെയ്തതിനു ശേഷം ഭരതേട്ടൻ തയ്യാറായിട്ട് നിൽക്കണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാൻ ഓരോ സ്ഥലത്തും കൂട്ടിക്കൊണ്ടു പോകുന്നു.
അവിടെ നേരത്തെ അറിയിച്ചിട്ടില്ല, നമ്മുടെ പുതിയ പ്രചാരകർ വന്നിട്ടുണ്ട്, ഡിഗ്രിക്കാരനാണ്, അതൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, നിങ്ങൾ അവിടെ ഒരുമിച്ച് വരണം. 3-4 സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി അവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തെ തന്റെ സ്വന്തം മകന്റെ പ്രായമുള്ളൂ, ഇയാൾ നമ്മുടെ പുതിയ പ്രചാരകനാണ്, ഇന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലപോലെ പരിചയപ്പെടുത്തിയിട്ട് വെറുതെ രാത്രി വീട്ടിൽ പോകുന്നു. അപ്പൊ ഒരു പഴയ സ്വയം സേവകൻ, കാര്യകർത്താവ് പുതിയ ആൾക്കാർക്ക് എങ്ങനെയാണ് വഴികാട്ടേണ്ടത് എന്ന് ആൾക്കാരുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ചിലപ്പം ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം വരും. നമ്മുടെ ദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിഷേധാത്മകമായ കാര്യം തന്നെ കാണാൻ വരുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമത്തിന്റെ, ദുഃഖത്തിന്റെ, ഒരു കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാതെ, നേരത്തെ നമ്മുടെ ഗോപാലൻകുട്ടി മാഷൻ പറഞ്ഞു, സ്വാമിജിയും പറഞ്ഞു, തികച്ചും ഭാവാത്മകമായിട്ടുള്ള നിങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്ന കാര്യങ്ങളിൽ കൂടിയിട്ട് തന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും ആവേശം, ഉത്സാഹം കൊടുക്കുന്ന ഒരു ജീവിതം അവസാനം വരെ നയിച്ചു. സ്വാമിജി പറഞ്ഞു, അവസാനം വരെ പാടുന്ന സമയത്ത് ഗർഗീതങ്ങളായിരുന്നു. സംഘത്തിൽ നമ്മളൊരു പാട്ട് പാടാല്ലേ, സംഘം ഒരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം, സംഘമാവണം എന്റെ ജീവിതം, എന്തു ധന്യം ഇതിൽ പരം. ആത്തൊരു ധന്യ ജീവിതം, സംഘമല്ലാത്ത ജീവിതത്തിൽ ഒന്നുമില്ല. അവസാന അബോധാവസ്ഥ വരുന്ന സ്ഥലത്തും ഗണഗീതങ്ങളാണ് മനസ്സിൽ ഉയർന്നു വരുന്നത്. ആ രീതിയിൽ സംഘമയമായ ജീവിതം നയിച്ച് നമ്മുടെ മുമ്പിൽ ഒരു പ്രേരണ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാൻ, നേരത്തെ പറഞ്ഞു, കുടുംബസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക മകൻ മോഹൻദാസ് ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല. പക്ഷെ മുത്തശ്ശിയുടെ കൂടെ വളർന്നു. പ്രചാരകനായതുകൊണ്ട് അച്ഛന്റെയും വാത്സല്യം വേണ്ട പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പുണ്യം കൊണ്ട്, അദ്ദേഹം ഏറ്റെടുത്ത ജീവിതത്തിന്റെ പുണ്യം കൊണ്ട് മോഹൻദാസിന് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ സംഘത്തിന്റെ മാന്യ ഭാസ്കർ റാവു അതുപോലെ മുതിർന്ന അധികാരികളുടെ മുഴുവൻ പൂർണ്ണമായ വാത്സല്യം അനുഭവിച്ച് വീഴാൻ വളർന്ന വലിയ വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലിയായി. ആ നിലയ്ക്ക് കവിതയും ബാക്കി കാര്യങ്ങൾ കൂടിയിട്ട് ആ ഒരു വ്യക്തിത്വം, തനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ശരി, തന്റെ മകൻ സമൂഹത്തിൽ ഒരു നല്ല രീതിയിലാകുന്നു. ആ തരത്തിലുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അനവധി കാര്യങ്ങൾ മനസ്സിൽ വരും. ആകെ എനിക്ക് നമ്മുടെ ഇന്ന് വന്നുള്ള ആൾക്കാർ നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ പറ്റും. ഇന്നൊരു പ്രത്യേക കാലഘട്ടമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വളർച്ചയിൽ ഞാൻ പറഞ്ഞ കണ്ണൂരിലും അതേപോലെ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന സംഘർഷത്തിന്റെ അന്തരീക്ഷം കഴിഞ്ഞിട്ട് ഇന്ന് മൊത്തത്തിൽ സംഘത്തെക്കുറിച്ച് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വർഗീയത, ക്രിസ്ത്യൻ മതപരിവർത്തന പരിശ്രമം, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് അക്രമ മനോഭാവം, കോൺഗ്രസിന്റെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു മതേതരത്വം എന്നുള്ള ആ ഒരു കപട മതേതരവാദം, ഈ കാര്യങ്ങൾ കൂടിയിട്ട് 4 ഭാഗത്തുനിന്നും സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഇതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താ? ഇവരെല്ലാവരും പറയുന്ന RSS വളരുന്നു, എതിർപ്പുണ്ട്. പക്ഷേ സംഘം വളരില്ല എന്നുള്ള കാര്യത്തിന് പകരം സംഘം വളർന്നിരിക്കുന്നു, വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനെ നേരിടാൻ വേറെ നിൽക്കുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഇതിനെ നേരിട്ട് നശിപ്പിക്കണം എന്നുള്ള സംഗതി വരുന്നു. അതുകൊണ്ട് നമുക്ക് എതിരായിട്ടുള്ള ശക്തികളുടെ ആ ഒരു മൂർച്ച കുറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് വരുന്നു. സംഘത്തിന്റെ വിജയദശമി ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഭാരത മാസങ്ങളിലുള്ള വ്യാപകമായ സമ്പർക്ക പരിപാടിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പോയിട്ടുള്ള എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് പറയുന്നത്, നമുക്ക് നേരെ എതിരാണെന്ന് തോന്നുന്ന ആൾക്കാരെ വീട്ടിൽ പോകുന്ന സമയത്ത് പോലും സംഘത്തിന് സ്വീകാര്യതയുണ്ട്. നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാർ. ഈ ഒരു പരിതസ്ഥിതിയിൽ നമ്മുടെ പ്രവർത്തനം നമ്മൾ വരാൻ പോകുന്ന കുറച്ച് കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ആഘോഷങ്ങൾ നടന്നതിന് പകരം ഈ ഒരു ശതാബ്ദി വർഷത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആ ഒരു മുന്നേറ്റത്തിന് എല്ലാ രീതിയിലുള്ള കാര്യം ചെയ്യുന്ന അട്ടാനുമതി പരിപാടികളെ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു. ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈയുടെ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ വ്യക്തികൾക്ക് നമ്മുടെ ശ്രദ്ധാഞ്ജലി എന്താ? ആദർശവാദികളായിട്ടുള്ള ആൾക്കാര് അവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനുവേണ്ടി ജീവിച്ചു, എത്രമാത്രം പ്രവർത്തിച്ചു, അവസാന നിമിഷം വരെ പ്രവർത്തിച്ചു, ആ കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രേരണ എടുക്കുക.
നമ്മുടെ മനസ്സിനെ അതനുസരിച്ച് നിശ്ചയിക്കുക. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പരിതസ്ഥിതിയിൽ എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഭാഗ്യശാലികളാണ്. കാരണം നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കാതിരുന്നിട്ട് അനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞ ഉടനെ തന്നെ കാശ്മീർ നമ്മുടെ വല്ലാതെത്തുന്നു. ആ കാശ്മീർ നമ്മളെ പൂർണ്ണമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക സ്വതന്ത്രമായിട്ട് കൊടിയും പ്രസിഡന്റും ഭരണഘടനയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാക്കാനുള്ള പരിശ്രമം ചെയ്തു. അതിനു വേണ്ടി ഡോക്ടർ ശ്യാംപ്രസാദ് മുഖർജിയെ പോലെ വ്യക്തിയുടെ സത്യാഗ്രഹം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി ചോര ചിന്താതെ കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി തീർന്നു. അഖണ്ഡ ഭാരതത്തിന്റെ ഒരു ഭാഗം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി അനവധി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് കാഴ്ച കാണാൻ സാധിക്കുന്നു. രാമക്ഷേത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ കെട്ടിടം അത് ഭാരതത്തിന് അപമാനമാണ്, ബാബർ ചിഹ്നമാണ്. അത് മാറ്റണം, അവിടെ ക്ഷേത്രം ഉയരണം. അനവധി സമരങ്ങളുണ്ട്. അശോക് സിംഗാൾജിയെ പോലുള്ള വ്യക്തി അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് ജീവിതം അനുസരിച്ചു. അവർക്ക് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. പക്ഷെ നമുക്കിതൊന്ന് കാണാൻ സാധിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ഭാരതത്തിൽ പോകുന്ന ആൾക്കാർ എത്ര വലിയ അപമാനം സഹിക്കേണ്ടി വന്നിരുന്നു എന്ന് അവിടെ ആ യാത്ര ചെയ്ത ആൾക്കാർക്ക് അനുഭവം. ഇന്ന് ലോകത്ത് എവിടെ പോയാലും ശരി, ഭാരതത്തിന് പോകുന്ന ആൾക്കാർക്ക് വലിയ അഭിമാനമുണ്ട്. അവിടെ ആദരവോടുകൂടി ഇത് നോക്കാൻ തയ്യാറാവുന്നു. ലോകത്തിന്റെ ആ ഭൂപടത്തില് നമ്മുടെ ഭാരതത്തിന്റെ സ്ഥാനം ഉയർന്നു വരുന്നു. ഭാരതത്തിന്റെ സർവോಚ್ಚ സിംഹാസനത്തിൽ ഭാരതമാതാവ്, ലോകത്തിന്റെ സർവോಚ್ಚ സിംഹാസനത്തിൽ ഭാരതമാതാവ് വിരാജിക്കുന്ന ഒരു ദൃശ്യം കാണണം എന്നൊരു സങ്കല്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. പക്ഷെ നമുക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും. ആ ഒരു സ്ഥിതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ദാസേട്ടനെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയുള്ള ആ ഒരു അനുസ്മരണം, ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതാവും. ഒരു ആദർശവാദിയായി ജീവിച്ച ഒരു വ്യക്തിയുള്ള ശ്രദ്ധാഞ്ജലി, ആ ആദർശത്തെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതാണ്. ആ രീതിയിലുള്ള സന്നദ്ധതയോടുകൂടി നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലി അർപ്പിക്കാം എന്ന് പറഞ്ഞ് വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.